ഒരാൾക്ക് രോഗം ഉണ്ടായാൽ ആ രോഗം ഇന്നതാണ്, അതിന്റെ മരുന്ന് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കൽ ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ പറയുമ്പോ ഇയാൾ എന്റെ വിരോധിയാണ് എന്ന് വിചാരിക്കരുത്. നേരെ മറ്റ് രോഗാണുക്കളുണ്ട്. ആ രോഗാണുക്കളാണ് എല്ലാ നാശം ഉണ്ടാക്കുന്നത്. ഇവരുടെ നേതാക്കളായ മൗലവിമാരാണ് ഈ പിഴച്ച ആശയങ്ങൾ മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ കുത്തിവെക്കുന്നത്. അവർക്കൊന്നിലും വിശ്വാസമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്ത്. ശേഷം മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാൻ, മൂമിനായ മനുഷ്യൻ എന്ത് വേണം? അവൻ അത് പിന്തുടരണം. വല്ലാ യുകാദിറ അഹ്ലൽ ബിദഅ. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് വർധനവുണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചില ആളുകളുണ്ട് എന്തേ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവർ. ആ പുറത്തുപോയ ആളുകളുടെ ക്ലിപ്പുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന കുറെ ആൾക്കാർ. ചിലപ്പോൾ സുന്നത്ത് ജമാഅത്ത് പുറത്തുപോയ പല സാധനം ഉണ്ട്, ഒന്നും രണ്ടോന്നല്ല. വെറും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി മാത്രമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സാധനങ്ങളുടെ ഈ വ്യാജ തരീഖത്തുകാർ അതിനേക്കാളും പേച്ചുപോയ ടീം. അങ്ങനെ പേച്ചുപോയ ടീം ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്ക് പറഞ്ഞിരുന്നു, സമസ്ത കേരള ജമിയത്തിൽ ഒരൊറ്റ കുട്ടീനെ പുറത്താക്കലില്ല. പിന്നെ പുറത്ത് പോയാൽ എന്ത് ചെയ്യും? പുറത്തു പോയി എന്ന് പ്രഖ്യാപിക്കും. അതിന് നമ്മൾ പുറത്താക്കിയെന്ന് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും? പറയും. യഥാർത്ഥ പുറത്താക്കുകയല്ല, പുറത്ത് പോവുകയാണ്. പുറത്ത് പോയാൽ നമ്മൾ പ്രഖ്യാപിക്കും പുറത്തു പോയി. ഏതുപോലെ ഇമാമി പ്രഖ്യാപിക്കും അത് ഹലാലാണ്. അതിനെപ്പറ്റി നമ്മൾ ഹലാലാക്കിയതാ അല്ല, ഹലാലാണെന്ന് പ്രഖ്യാപിച്ചു എന്നതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ സഹി അല്ലാത്തതിനെ സഹി ആക്കിയല്ല, മറ്റു സഹിയാന്ന് പ്രഖ്യാപിച്ചു എന്നതിന്റെ അർത്ഥം. ഇതുപോലെ പുറത്തു പോയി പ്രഖ്യാപിക്കുന്നതാണ് ഈ പുറത്താക്കി അല്ലാതെ ആരെയും പിടിച്ച് പുറത്താക്കലൊന്നും അങ്ങനെ പുറത്താക്കുന്ന പരിപാടിയില്ല. അതേസമയം അങ്ങനെ പുറത്തുപോയ ചിലരും പിഴച്ചുപോയ ആളുകൾ അവര് പല തെറ്റുകളും ഇങ്ങനെ പറഞ്ഞു നടക്കും. അതൊക്കെ ഇങ്ങനെ ക്ലിപ്പാക്കിയിട്ട് എല്ലാവർക്കും വിട്ടുകൊടുക്കുകയും ഫോർവേഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ വളരെ ശ്രദ്ധിച്ചോളണം. അത് ഏതെങ്കിലും ഒരുത്തൽ കേട്ട് പിഴച്ചു പോയാൽ നീ അതിന്റെ ഉത്തരവാദിയാകും, അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഒരിക്കലും പിഴച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത്തരം പിഴച്ച ആശയങ്ങൾ പറയുന്ന സ്ഥലത്ത് പോയി നിൽക്കാൻ പാടില്ല. എനിക്ക് ഇന്നാൾ വലിയ സങ്കടം തോന്നി. യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ തൊപ്പി വിട്ടിട്ട് തലയെക്കെട്ടും കെട്ടിയിട്ട് വെള്ളക്കുപ്പായ ഇട്ടിട്ട് ചില കുട്ടികൾ പോയി നിൽക്കുന്നു. നമ്മളെ മുത്തഅല്ലിമീങ്ങളൊന്നുമല്ല. പോയി നിന്ന് മുത്തഅല്ലിമും ആയിരിക്കൂല, ചിലപ്പോ അവര് തന്നെ മുത്തഅല്ലിമിന്റെ വേഷത്തെ കൊണ്ടുവന്നായിരിക്കും. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരിക്കലും തന്നെ ഒരു കുഷ്ഠരോഗിയുമായി അടുക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തേ? കുഷ്ഠരോഗം പകരാതിരിക്കാനാണ്. അത് റസൂലുള്ളാഹിന്റെ റഹ്മത്താണ്. ഇതുപോലെ